പ്രേംകുമാറിന് തെറി വിളിക്കുകയാണ് അന്തകമ്മികൾ വന്നിട്ട് എന്ന് പറഞ്ഞാൽ പ്രേംകുമാർ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, പ്രേംകുമാർ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് CPM രക്ഷപ്പെടില്ല. CPM രക്ഷപ്പെടില്ല. കാരണം ഇമ്മാതിരി അന്തം കമ്പികളുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ റെജി ലൂക്കോസും ഹസ്കറും ഇപ്പോഴിതാ പ്രേംകുമാറും വളരെ ധീരതയോടെ പാർട്ടി ചെയ്യുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ നിങ്ങൾ മിണ്ടരുത്, ഞങ്ങൾ ഇമാതിരി തെമ്മാടിത്തം തന്നെ ചെയ്യും. അങ്ങനെ പറയാണ് ആര്? അടിമക്കൂട്ടങ്ങൾ വന്നിട്ട് ആക്രമിക്കുകയാണ് പ്രേംകുമാറിനെ. പ്രേംകുമാറെ വേണ്ട, ഞങ്ങളെ പഠിപ്പിക്കാനല്ല, ഞങ്ങൾ ഇമാതിരി തെമ്മാടിത്തം തന്നെ ചെയ്യടോ, ഞങ്ങൾ തെമ്മാടിത്തം ചെയ്യുള്ളൂ. എന്താ ചെയ്യാ? ഞങ്ങൾ രക്തസാക്ഷി ഫണ്ട് കക്കും മുക്കും നക്കും ഒക്കെ ചെയ്യും. ചോദിക്കരുത്, ചോദിച്ചാളെ ഞങ്ങളുടെ ധീരസഖാവ് സ്വരാജ് പറഞ്ഞില്ലേ കള്ളൻ, ഞങ്ങളെ ചോദ്യം ചെയ്താൽ കള്ളനാണ്. ഞങ്ങൾ 51 വെട്ടുവെട്ടി കൊല്ലും. ഇപ്പൊ കിട്ടായിട്ടാണ്, ആളെ കിട്ടായിട്ടാണ്. അതുകൊണ്ട് പ്രേംകുമാർ അടങ്ങി ഒതുങ്ങി നിന്നോളാം. ഇമ്മാതിരി കമന്റ് ഒന്നും വേണ്ടട്ടോ. പണ്ട് കാർഡ് ഭൂതം പറഞ്ഞ പോലെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടട്ടോ പ്രേംകുമാറെ. പിണറായി വിജയന് വേണ്ടിയിട്ട്, ഈ പറയുന്ന കാരണഭൂതത്തിന് വേണ്ടിയിട്ട് അന്തംഗമ്മികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രേംകുമാറിന് പറയാണ്, പ്രേംകുമാറെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട, ഞങ്ങൾ നന്നാവില്ല. ഞങ്ങൾ ഈ പാർട്ടിയെ കുളിപ്പിച്ച് കിടത്തി കുഴിയിലിറക്കി മണ്ണിട്ട് മൂടിയാലേ ഞങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ. ഞങ്ങളിതാ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. അതിന്റെ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ മദ്യടല്ലോ മോനെ പ്രേംകുമാറെ എന്ന് പറയുന്ന അന്തംഗമ്മികൾ എന്തല്ലേ, നന്നാവാൻ സമ്മതിക്കില്ല. ഈ പാർട്ടിനെ എന്താ ചെയ്യുക? CPM അതിശക്തമായ അടിയൊഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് CPM രക്ഷപ്പെടുത്തുമോ അതല്ല CPM വീണ്ടും ശിഥിലീകരിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്ന ഏറ്റവും കൗതുകകരമായ കാര്യം. എനിക്ക് തോന്നുന്നത് ഇത് യഥാർത്ഥത്തിൽ CPM ശക്തിപ്പെടുത്തുന്നതിനേക്കാൾ CPM കൂടുതൽ ദുർബലപ്പെടുത്താനേ സഹായിക്കൂ എന്നുള്ളതാണ്. കാരണം ഈ പാർട്ടിയിലെ അടിമകളായ സഖാക്കളുണ്ടല്ലോ, ഈ അടിമകളായ സഖാക്കൾ ഇപ്പോഴും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ അവസരത്തിൽ തന്നെ ഇന്നലെ വരെ CPM നിന്നുകൊണ്ട് CPM എല്ലാ നെറികേടുകളും, എല്ലാ തെണ്ടിത്തരങ്ങളും, എല്ലാ ചെറ്റത്തരങ്ങളും, എല്ലാ തെമ്മാടിത്തരങ്ങളും അവയ്ക്ക് കുട പിടിച്ചു കൊടുത്ത, അതിന് ഒപ്പം നിന്ന് ജയ് വിളിച്ച, സിന്ദാബാദ് വിളിച്ച, ഇൻകുലാബ് വിളിച്ച കുറെ അധികം പേർ CPM നിലപാടുകൾ ശരിയല്ല, CPM തെറ്റ് തിരുത്തിയേ ശരിയാകൂ എന്ന ഒരു ബോധത്തോടെ അവർ തിരിച്ചു നടക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു ഭാഗത്ത് കാണുന്നത്. അപ്പൊ അത് കാണുമ്പോഴാണ് CPM രക്ഷപ്പെട്ടേക്കാം. കാരണം CPM തിരുത്താൻ വേണ്ടിയിട്ട് CPM അത്യാവശ്യം ബോധവും വിവരവുമുള്ള ചില സഖാക്കൾ മുന്നിട്ടിറങ്ങുകയാണല്ലോ എന്നൊരു സമാശ്വാസം ഒരു ഭാഗത്ത് ഉണ്ടാവുമ്പോൾ അവരെ ചീത്ത വിളിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയെ ഒരിക്കലും അങ്ങനെ അങ്ങോട്ട് നിങ്ങൾ നന്നാക്കണ്ട, അതാണ് പറയുന്നത്. ഞങ്ങളെ പാർട്ടിയെ നിങ്ങൾ അങ്ങനെ നന്നാക്കണ്ട, ഞങ്ങളെ പാർട്ടി ഇങ്ങനെയൊക്കെ പോകും. ഞങ്ങളെ പാർട്ടി ബംഗാളിൽ എങ്ങനെയാണോ അപ്രത്യക്ഷമായത്, എങ്ങനെയാണോ ത്രിപുരയിൽ അപ്രത്യക്ഷമായത്, എങ്ങനെയാണോ രാജ്യത്തുടനീളം ഈ പാർട്ടി എങ്ങനെയാണോ അപ്രത്യക്ഷമായത്, അതേപോലെ ഞങ്ങളുടെ പാർട്ടി കേരളത്തിലും അപ്രത്യക്ഷമാകും എന്ന ഒരു ദൃഢ നിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന അന്തംഗമ്മികൾ ഒരു ഭാഗത്ത്. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞതിന് കാരണം നമുക്കറിയാലോ, ഇന്നലെ വരെ CPM കൂടെ നിന്ന പലരും ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിനെ തുടർന്നും ആ ചേരിയിൽ നിന്ന് മാറി സ്വതന്ത്രമായ നിലപാട് കൈക്കൊണ്ടത് നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, ഈ TV വന്നിട്ട്, അതായത് നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് CPM വേണ്ടിയിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകിയിരുന്ന 2 പേരായിരുന്നു. ഒന്ന് റെജി ലൂക്കോസ്, അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണ് റെജി ലൂക്കോസ്. മറ്റൊന്ന് അഡ്വക്കേറ്റ് ഹസ്കറാണ്. അഡ്വക്കേറ്റ് ഹസ്കറും റെജി ലൂക്കോസും വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തത് CPM ചെയ്യുന്ന എല്ലാ നെറികേടുകളും തെണ്ടിത്തരങ്ങളും ഇവര് ആവുന്നത്ര വിധത്തിൽ, ഇവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇവരെ ന്യായീകരിച്ച് വെളുപ്പിക്കുകയായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് AKG സെന്ററിന് ഇറക്കി കൊടുത്ത ന്യായീകരണ ക്യാപ്സ്യൂളുകൾ അതുമായിട്ടാണ് ഇവർ വരാറുള്ളത്. ആ ന്യായീകരണ ക്യാപ്സ്യൂളുകളൊക്കെ വാരി വിതറിക്കൊണ്ട് ഇവർ പാർട്ടിയെ സംരക്ഷിച്ച് നിലനിർത്തി. പക്ഷേ ഒരു മനുഷ്യന് എത്രത്തോളം തരം താഴാൻ പറ്റും, അല്ലെ, എത്രത്തോളം സ്വയം ആത്മവഞ്ചന ചെയ്യാൻ പറ്റും?
അതുകൊണ്ടൊക്കെ തന്നെ ഈ രണ്ടുപേര് ഈ കഴിഞ്ഞ കാലയളവിൽ എന്ത് ചെയ്തു? അവര് ഈ മുൻ നിലപാടുകൾ മാറ്റിക്കൊണ്ട് റെജി ലൂക്കോസ് BJP-യിൽ ചേരുന്നു. നമ്മൾ ആകെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയായിരുന്നു. റെജി ലൂക്കോസ് BJP-യിൽ, ഇന്നലെ വരെ BJP കുറ്റം പറഞ്ഞ ആൾ BJP-യിൽ ചേരുന്നു. മാത്രവുമല്ല അതിനുശേഷം വീണ്ടും അദ്ദേഹം ഈ നിരീക്ഷകനായിട്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ഡിബേറ്റുകളിലൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം CPM-നെ വളരെ വളരെ എന്താ പറയാ നിർത്തിപ്പൊരിക്കുകയാണ്, റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ആ തിരിച്ചറിവ് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതായിരിക്കില്ല. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ടൊന്നും തിരിച്ചറിവ് ഉണ്ടാവില്ല. പക്ഷേ ഇത് പുറത്തു പറയാൻ അല്ലെങ്കിൽ ആ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് അസാമാന്യ ധൈര്യം തന്നെ വേണം കേട്ടോ. പ്രത്യേകിച്ചും ഇന്നലെ വരെ CPM-നോടൊപ്പം നിന്ന ഒരാൾക്ക് CPM-ൽ നിന്ന് പുറത്തു വരുമ്പോൾ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വല്ല അതിർത്തി തർക്കമോ അല്ല വല്ല മോഷണം പിടിച്ചതോ ഒന്നും അല്ലല്ലോ. അത് യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ, ഇന്നലെ വരെ പാർട്ടിക്കുള്ളിൽ നിന്ന ഒരാൾ ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാളെ തീർക്കണം, അയാളെ വകവരുത്തണം. ഒരു തരത്തിലുള്ള ആശയ സമരവുമില്ല. കാരണം ആശയ സമരത്തിനുള്ള ആശയ അടിത്തറ CPM-നില്ല. അതുകൊണ്ട് തന്നെ പ്രതിയോഗികളെ മുഴുവൻ വകവരുത്തുക, അതായിരുന്നു അവർ ഇന്നലെ വരെ ചെയ്തത്. ഇപ്പോൾ അതിനെ ഏറെ ശാന്തമായി കൊണ്ടിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളെ ഇവർക്ക് കിട്ടുന്നില്ല. കാരണം കൊട്ടേഷൻ സംഘങ്ങൾക്കും മനസ്സിലായിരിക്കുന്നത് എത്ര കാലം വേണ്ടിയിട്ടാണ്, എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊലകൾ നടത്തുക, അല്ലേ? കൊലയാളികൾക്ക് പോലും മാനസാന്തരം വരികയാണ്. ഇനി CPM-ന് വേണ്ടി അങ്ങനെ കൊലപാതകത്തിന് ഞങ്ങളില്ല എന്ന് തീരുമാനിക്കുന്നതോടുകൂടി CPM-ന് പുതിയ കൊലകൾ നടത്താൻ ആളുകളെ കിട്ടാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ എന്നേ നമ്മുടെ വി കുഞ്ഞികൃഷ്ണനെ വെട്ടിക്കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ സുധാകരൻ സഖാവിനെ വെട്ടിക്കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ TKG വെട്ടിക്കൊല്ലുമായിരുന്നു. ഈ പറഞ്ഞ റെജി ലൂക്കോസിനെയും ഹസ്കറിനൊക്കെ എന്നേ ഇവര്, അല്ലേ? ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊന്നവർക്ക് അത്ര വലിയ പ്രയാസമുള്ള കാര്യമെന്താ ഇവരെയൊക്കെ തീർക്കാൻ? പക്ഷെ അവര് അതിനുള്ള എന്ന് പറയുക കാലം മാറുകയാണ്. എന്ന് പറഞ്ഞാൽ പഴയ ഗുണ്ടായിസം ഇനി വിലപ്പോവില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ റെജി ലൂക്കോസ് മാറുന്നു, ഹസ്കർ മാറുന്നു. അപ്പൊ ഇന്നലെ വരെ പാർട്ടിക്കൊപ്പം നിന്ന് പാർട്ടിയെ ഇങ്ങനെ വെള്ളപൂശിയ, അല്ലെങ്കിൽ പാർട്ടിയെ എങ്ങനെ പൊട്ടിയടിപ്പിച്ച് പാർട്ടിയെ എങ്ങനെ സുന്ദരക്കുട്ടപ്പന്മാരാക്കി, ഇതാണ് പാർട്ടി എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച ഇവരുടെ കപട നാടകം ഇവർ അവസാനിപ്പിച്ചുകൊണ്ട് ഇവരെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഏറ്റവും പുതുതായിട്ട് പ്രേംകുമാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. CPM-ന് വേണ്ടിയിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ന്യായീകരണ തൊഴിലാളി എന്ന് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നില്ല. കാരണം അദ്ദേഹം ഈ AKG സെന്ററിൽ നിന്ന് ഇറക്കി കൊടുക്കുന്ന ക്യാപ്സ്യൂളുകളല്ല വാരി വിതറാറുള്ളത്. പ്രേംകുമാർ CPM-ന് വേണ്ടിയിട്ട് CPM-ന്റെ ഇത്തരത്തിലുള്ള ഒരുപാട് നെറുകേടുകളെ, ഒരുപാട് തെണ്ടിത്തരങ്ങളെ പ്രേംകുമാർ എന്ത് ചെയ്തിട്ടുണ്ട്? അനുകൂലിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ AKG സെന്ററിന്റെ ഒരു ക്യാപ്സ്യൂളുകളുടെ ബലത്തിലായിരുന്നില്ല. പകരം അദ്ദേഹം പ്രേംകുമാർ സ്വയം നിർമ്മിച്ച ക്യാപ്സ്യൂളുകളാണ് അദ്ദേഹം വാരി വിതറിക്കൊണ്ടിരുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒരാമുഖമായി പറഞ്ഞത് പ്രേംകുമാറിന്റെ ഒരു പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, പ്രേംകുമാർ വളരെ കൃത്യമായി CPM-ന്റെ നെറികേടുകൾക്കൊപ്പം ഇനി താനില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. CPM-ന്റെ ഈ തെണ്ടിത്തരങ്ങൾക്കൊപ്പം, CPM-ന്റെ തെമ്മാടിത്തരങ്ങൾക്കൊപ്പം താനില്ല എന്ന് പ്രേംകുമാർ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കേട്ടോ. കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് സാങ്കേതികമായി ശരിയല്ല. ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നമുക്കറിയാലോ, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഈ പുതിയ SIT രൂപീകൃതമായി. ആ SIT നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ 2 വർഷം പിണറായി വിജയന്റെ പോലീസുകാർ അന്വേഷിച്ചിട്ട് ഇത് റിബേഷ് രാമകൃഷ്ണൻ എന്ന ആളിൽ പോയി തട്ടി നിന്നതാണ്. കാരണം റിബേഷിന് എവിടെ നിന്ന് ഈ പോസ്റ്റ് കിട്ടിയെന്ന് റിബേഷ് പറഞ്ഞില്ല. റിബേഷിനോട് അത്ര കടുപ്പത്തിൽ ആരും ചോദിച്ചില്ല, ഒരു പോലീസും ചോദിച്ചില്ല. പോലീസ് അവസാനം പറഞ്ഞു, ഞങ്ങൾ ഈ കേസ് അവസാനിപ്പിക്കുകയാണ്. ആരാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഏറ്റവും ആദ്യമായി ഇത് പോസ്റ്റ് ചെയ്തത് ഈ റിബേഷ് രാമകൃഷ്ണനാണ്. പക്ഷെ റിബേഷ് രാമകൃഷ്ണനോട് ചോദിച്ചു, എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. റിബേഷ് പറയുന്നില്ല. റിബേഷ് ആണോ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. റിബേഷ് പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കേസ് അവസാനിപ്പിക്കുന്നു. എന്തുതല്ല പോലീസ്. അതായത് റിബേഷ് ചോദിക്കുകയാണ്, മോനെ കുട്ട, റിബേഷെ ഇത് എവിടുന്നാണ് എനിക്ക് കിട്ടിയത്? ഈ പോസ്റ്റ് എവിടുന്നാണ് കിട്ടിയത് കുട്ട, പറയട മോനെ. അപ്പൊ റിബേഷ് പറയുന്നു, പോലീസെ ഞാൻ പറയില്ല പോലീസെ. നീ പറയില്ലല്ലേ, ശരി മോനെ, നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് കോടതി പോയി ഇങ്ങോട്ട് പറയും, ഞങ്ങൾ കേസ് അവസാനിപ്പിക്കുകയാണ്. കാരണം റിബേഷിന് ഈ പോസ്റ്റ് എവിടുന്ന് കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ കോടതി ചോദിച്ചു, അല്ല റിബേഷിനോട് ചോദിച്ചു, ഓൻ പറയണില്ല. അപ്പൊ എന്താ ചെയ്യാ? അതുകൊണ്ട് നമുക്ക് കേസായിട്ട് അവസാനിപ്പിച്ചാളാ. തീർന്നു. ഇതായിരുന്നു പിണറായി പോലീസ്. പക്ഷേ ഈ രമേശ് ചെന്നിത്തലയുടെ പുതിയ SIT രൂപീകൃതമായി റിബേഷിനെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തു. റിബേഷ് പറഞ്ഞു, ഈ പോസ്റ്റ് എവിടുന്ന് കിട്ടിയത് ജിതിൻ ഭാസ്കറിൽ നിന്നാണ്. മറ്റൊരു അന്തംഗമ്മി, മറ്റൊരു ഡിഫി നേതാവ്. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇയാൾ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. ഇയാൾ 200ഓളം പേർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്തു.
അങ്ങനെയാണ് ഇയാൾ അറസ്റ്റ് ചെയ്ത് ജിതിൻ ഭാസ്കറിനെ ഒരു 14 ദിവസത്തോളം റിമാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമാണ് ജിതേഷ് ഭാസ്കർ എന്ത് ചെയ്തത്, പുറത്തിറങ്ങിയത്, ജാമ്യം കിട്ടിയത്. ഈ ജാമ്യം കിട്ടിയ ജിതേഷിനെ പതിവ് പോലെ ഈ അന്തംഗമ്മികള് ജയിലിന്റെ മുന്നിൽ നിന്ന് ഇദ്ദേഹത്തെ സ്വീകരിച്ചു, ചുവന്ന ഷാൾ അണിയിച്ചു, നഗരമധ്യത്തിലൂടെ ഇയാളെ ആനയിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി വരികയാണ്. എന്തൊരു അപഹാസ്യമായ രംഗമായിരുന്നു ആലോചിച്ച് നോക്കിയേ. അതായത് ഈ നാട്ടിലാകെ വർഗീയത പടർത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെ ശൈലജയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ മതേതരവാദിയായ ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുൽസിതമായ പ്രവർത്തനം നടത്തിയ ഇവര് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഈ മനുഷ്യന് ജാമ്യം കിട്ടിയപ്പോ ജയിലിൽ പോയി കണ്ട് ഇത് സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ, നമ്മുടെ നാടിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതിയ ആൾക്കാരെയൊക്കെ മാലയിട്ട് സ്വീകരിക്കുന്ന പോലെ ഈ ആനക്കള്ളനെ ഈ പറയുന്ന ഈ സമൂഹത്തെ മുഴുവനും വർഗീയമായി ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഈ വലിയ ക്രിമിനലിനെ എന്താ പറയുക ആനയിച്ചു കൊണ്ടുവരികയാണ്, മാലയിട്ട് അല്ലെ രക്തഹാരമണിയിച്ചുകൊണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സി പി എമ്മുകാർ ഇങ്ങനെയാണ് ക്രിമിനലുകളെ ഇവർ മാലയണിയിച്ചുകൊണ്ട് ഒരു ഉളുപ്പില്ലാതെ നഗരമധ്യത്തിലൂടെ മുദ്രാവാക്യം വിളിച്ചു വരികയാണ്. ആൾക്കാർക്ക് നോക്കുമ്പോൾ ആരാണ് വരുന്നത്, 1-ാം നമ്പർ ക്രിമിനലിനെ കൊണ്ടുവരികയാണ്. നമുക്കറിയാലോ, പത്തനംതിട്ടയിൽ മുൻ ആരോഗ്യ മന്ത്രി വീണ ജോർജ് ചെയ്തത് അവിടുത്തെ കാപ്പാപ്രതികളെ മുഴുവനും മാലയിട്ട് പാർട്ടിയിലേക്ക് ആനയിക്കുകയായിരുന്നു. ആ കാപ്പാപ്രതികൾക്ക് സ്വാഗതം CPM-ലേക്ക്. എത്ര പ്രതികൾക്ക് ഒരുപാട് പേര് പിന്നീട് പ്രതികളായി പോയി. അതേപോലെ തന്നെ ഈ നമ്മുടെ PP ദിവ്യ അറിയാലോ, PP ദിവ്യ എന്ന് പറയുന്ന ദിവ്യമോൾ ഉണ്ടായിരുന്നല്ലോ, നവീൻ ബാബുവിനെ കൊലക്ക് കൊടുത്ത അല്ലെ, നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊലക്ക് കൊടുത്ത PP ദിവ്യ എന്ന് പറയുന്ന എക്കാലത്തെയും ഏറ്റവും വലിയ അല്ലെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച മനുഷ്യ സ്ത്രീ എന്നൊന്നും അവരെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അവരെ ജയിലിലടച്ച് ജയിലിൽ നിന്ന് അവർ പുറത്തിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് PP ദിവ്യയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പൊരിവെയിലിൽ ആ ജയിലിന് പുറത്ത് കാത്തു നിന്ന് ആരൊക്കെയായിരുന്നു അറിയോ, നമ്മുടെ അപ്പം ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള. തളിപ്പറമ്പുകാർ തോൽപ്പിച്ച PK ശ്യാമള മണിക്കൂറുകളോളം PP ദിവ്യയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജയിലിന്റെ മുന്നിൽ കാത്തിരുന്ന PK ശ്യാമളയെ ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പൊ ഇവര് ഈ പിന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് മുഴുവനും ഈ പാർട്ടി ചെയ്തു കൊടുത്ത സേവനങ്ങൾ അല്ലെ, കുഞ്ഞാന്തേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ശൈലജയുടെ കെട്ടിപ്പിടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഏറ്റവും അവസാനം ഇങ്ങനെ ക്രിമിനലുകളെ സ്വീകരിച്ച് ആനയിക്കുന്ന ഒരു പരിപാടി ഇവര് ഏത് കാര്യത്തിൽ, ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യത്തിൽ ചെയ്തു. ഇങ്ങനെ ഏറ്റവും അപഹാസ്യനായി മാറുമ്പോ ഇത് കണ്ട് സഹിക്കാതെയാണ് പ്രേംകുമാർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കേട്ടോ. അതായത് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് സാങ്കേതികമായി ശരിയല്ല, വളരെ താത്വികമായിട്ടാണ് പ്രേംകുമാർ സംസാരിക്കുകയും പ്രേംകുമാറിന്റെ പോസ്റ്റുകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതിലെത്തിരി ഒരു താത്വിക സൈദ്ധാന്തിക ഒരു സ്പർശമൊക്കെ ഇതിൽ കാണും കേട്ടോ. അപ്പൊ അങ്ങനെ പറയാണ് ഇദ്ദേഹം, കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് സാങ്കേതികമായി ശരിയല്ല, വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് എന്നോ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് എന്നോ വേണം പറയാൻ. ഇത്തരം അപകടകരമായ വ്യാജ നിർമ്മിതികൾ കുറെ നടന്നിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ. ഒന്നിലധികം UDF പ്രവർത്തകർ പോലീസ് പിടിയിലാവുകയും ചിലർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം വിചിത്രമായൊരു വ്യത്യാസമുണ്ടായിരുന്നു ഈ കേസിന്. ശൈലജ ടീച്ചറെ പറ്റി അപരാധം പ്രചരിപ്പിച്ചതിന് UDF പ്രവർത്തകരെ പോലീസ് പൊക്കുകയായിരുന്നു ആദ്യത്തെ കേസിലൊക്കെ. ഇതേ ശൈലജ ടീച്ചറെ പറ്റി അപരാധം പ്രചരിപ്പിച്ചതിന് ആദ്യം UDF-കാരനെയും ഇപ്പോൾ LDF-കാരനെയും പൊക്കിയതാണ് പോലീസ്. ആദ്യം പൊക്കപ്പെട്ട UDF-കാരൻ കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ LDF-കാരനെ പൊക്കിയിരിക്കുന്നതും UDF-കാരനെ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതും. SIT അന്വേഷണവും അറസ്റ്റും നടക്കുന്ന നേരത്ത് തന്നെ ഭരണകൂട ഭീകരത, മാധ്യമ ഭീകരത എന്നൊക്കെ പറഞ്ഞ് CPM DYFI ജില്ലാ കമ്മിറ്റികൾ പൊതുയോഗങ്ങളും പ്രസ്താവനകളും നടത്തിയപ്പോൾ ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അതായത് നേരത്തെ തന്നെ ഈ ജിതിൻ ഭാസ്കറിനെ പോലീസ് പിടിച്ചപ്പോൾ തന്നെ, അതാണ് ജിതിൻ ഭാസ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ DYFIക്കാർ നാട്ടുനീള പ്രക്ഷോഭം തുടങ്ങിയിരുന്നു. ഇതാ ഞങ്ങളുടെ സഖാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഇത് കള്ളക്കേസാണ്. ഇത് നാട്ടിലൊരു അതിക്രമം ഉണ്ടാകുമ്പോൾ, ഒരു ക്രൈം ഉണ്ടാകുമ്പോൾ ഇതിലെ ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് സ്വാഭാവികല്ലേ. ഇവര് നിരപരാധികളാണെങ്കിൽ കോടതിയിൽ തെളിയിക്കട്ടെ നിരപരാധിയാണെന്ന്. അതല്ലാതെ പോലീസ് ഇവരെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അപ്പോഴത്തേക്ക് ഇവിടെ പ്രക്ഷോഭ സമരങ്ങൾ നടത്തുക. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ അന്നേ സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതാണ് പ്രേംകുമാർ പറയുന്നത്. ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നിയിരുന്നു. വളരെ ഉത്തരവാദപ്പെട്ട ചിലരോടൊക്കെ ചോദിച്ചിരുന്നു.
ഉത്തരമോ വാദമോ കേട്ടിരുന്നില്ല. ആർക്കുത്തരം, എന്ത് വാദം അല്ലേ? നമ്മളെ പാർട്ടിക്കാരൻ തല്ലും കുത്തും വെട്ടും ഒക്കെ ചെയ്യും. പക്ഷെ പോലീസ് പിടിക്കാൻ പാടില്ല. പോലീസ് പിടിച്ചാൽ ഞങ്ങൾ അതിനെതിരെ, അതല്ലേ പോലീസുകാർക്കെതിരെ ബോംബെറിഞ്ഞ പയ്യന്നൂരിൽ പോലീസുകാർക്ക് നേരെ ബോംബെറിഞ്ഞ് 20 വർഷം അല്ലെ 20 വർഷം അകത്തിട്ട ആള് പയ്യന്നൂർ നഗരസഭയിലേക്ക് മത്സരിക്കുകയല്ല, അയാളെ ജയിപ്പിച്ചു. നോക്കണം നിങ്ങള് സി പി എമ്മിന്റെ അവസ്ഥ. സി പി എമ്മിലെ ഒരു ക്രിമിനൽ സഖാവ് പോലീസിന് നേരെ ബോംബെറിഞ്ഞു, എന്നിട്ട് 20 വർഷം തടവ് കിടക്കുമ്പോ മൂപ്പര് മത്സരിച്ച ഈ ക്രിമിനലിനെ, ഒന്നാന്തരം ക്രിമിനലിനെ ജയിപ്പിച്ചു കൊടുത്തു അവിടുത്തെ അന്ന കമ്മികൾ. പക്ഷെ അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല, കാരണം അകത്ത് കിടക്കുകയാണല്ലോ. ഇതാണ് സി പി എമ്മിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും പ്രേംകുമാർ പറയുന്നു, വളരെ ഉത്തരവാദപ്പെട്ട ചിലരോടൊക്കെ ചോദിച്ചിരുന്നു, ഉത്തരമോ വാദമോ കേട്ടിരുന്നില്ല. ഇന്നിതാ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതിയെ നഗരവീതിയിലൂടെ സ്വീകരിച്ചാനയിക്കുന്ന ചിത്രം വരുന്നു. എന്ത് പറയാനാ അല്ലേ? അത്ഭുതപ്പെടുകയാണ് പ്രേംകുമാറെ. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും പ്രേംകുമാർ ഇപ്പം ചോദിച്ച ചോദ്യം മനസ്സിൽ ചോദിച്ചതാണ്. എന്ത് പറയാനാ അവരെ കൊണ്ട് അല്ലേ? എന്ത് പറയാനാ? എന്നിട്ട് പറയുന്നു, നിങ്ങളിത് ഇപ്പോ പറയുന്നതല്ലേ എന്ന് കമാൻഡാൻ മുട്ടുന്നവരോട് അനിയ നിൽ, മുട്ടാൻ വരട്ടെ. ഞാൻ ഇത് തന്നെ നേരത്തെയും അന്തിച്ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ പെട്ടെന്ന് പറയല്ല, എനിക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നതല്ല. ഞാൻ നേരത്തെ തന്നെ അന്തിച്ചർച്ചകളിൽ, ഈ TV ഡിബേറ്റുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രേംകുമാർ പറയുകയാണ്. പലതവണ ഈ ചുമരിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഫേസ്ബുക്കിൽ. ഷാഫിയും ടീമും നടത്തിയ കാര്യങ്ങളെപ്പറ്റി നിങ്ങളിപ്പോ പറയുന്നില്ലല്ലോ എന്ന് തോണ്ടാൻ തോന്നുന്നവരോട് അനിയ നിൽ, തോണ്ടാൻ വരട്ടെ. ഷാഫിയുടെ സകല ഉഡായ്പകളെ പറ്റിയും നല്ലോണം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആവുന്നതിലധികം എഴുതിയിട്ടുമുണ്ട്. നേരത്തെ തന്നെ ഷാഫിയെ കുറിച്ചൊക്കെ ഒരുപാട് പോസ്റ്റുകൾ പ്രേംകുമാർ ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പറയാതെ പോവാൻ പറ്റില്ല. ഇതാണ് അവസാനം അദ്ദേഹം നിലപാട് ക്ലിയർ ആക്കുകയാണ് പ്രേംകുമാർ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പറയാതെ പോവാൻ പറ്റില്ല. ഇന്നത്തെ സ്വീകരണം കേരളത്തിനും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർക്കും, എന്താണ് ഇന്നത്തെ സ്വീകരണം? ഏത് സ്വീകരണമാണ്? ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന ക്രിമിനലിന് ഈ വ്യാജ സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചു എന്ന്, അത് 200ഓളം പേർക്ക് ഇത് അയച്ചു എന്ന് വ്യക്തമായ സൂചനകൾ, വ്യക്തമായ തെളിവുകൾ പോലീസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് അവസാനം ജാമ്യത്തിലിറങ്ങിയ ഈ ജിതിൻ ഭാസ്കറിന് നൽകിയ സ്വീകരണം കേരളത്തിനും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർക്കും നൽകുന്ന സന്ദേശം മോശമായതാണ്, മഹാമോശമായതാണ്. വെറും മോശമല്ല, മഹാമോശമായതാണ്. തെറ്റുതിരുത്തലിന്റെ ഈ മഴക്കാലത്ത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതുമായിരുന്നു പ്രേംകുമാർ. ഇതാണ് പ്രേംകുമാറിന്റെ പോസ്റ്റ്. ഇന്ന് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് കണ്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കാരണം പലപ്പോഴും ഞാൻ പ്രേംകുമാറിനെ മനസ്സുകൊണ്ട് പ്രാഗിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്രേംകുമാറിന് അത്യാവശ്യം നല്ല ബോധവും വിവരവും ഒക്കെ ഉള്ള ഒരു സഖാവാണെന്ന് എനിക്കറിയായിരുന്നു പ്രേംകുമാറിന്. പക്ഷേ എന്തിനാണ് പ്രേംകുമാർ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് അല്ലേ എന്ന് ഈ TV ചർച്ചകളിലൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ന്യായീകരിക്കും എനിക്ക് തോന്നിയിരുന്നു. ഒരു പാർട്ടിയുടെ വക്താവായിട്ടല്ല പ്രേംകുമാർ സാധാരണ വരാറുള്ളത്, ഒരു ഇടത് സഹയാത്രികൻ എന്നുള്ള രീതിയിലാണ് പ്രേംകുമാർ വരാറുള്ളത്. എന്നിട്ടും എന്തിനാണ് ഈ മനുഷ്യൻ സ്വയം അപഹാസ്യനാകുന്നത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇന്ന് ഒരുപാട് എനിക്ക് സമാധാനമായി. കാരണം പ്രേംകുമാർ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് തെറ്റാണ് എന്ന് ഫേസ്ബുക്കിൽ എഴുതുകയാണ്. പക്ഷേ അങ്ങനെ ആശ്വസിക്കുമ്പോഴും പാർട്ടി നന്നാകാൻ പോകുന്നില്ല എന്നുള്ള തെളിവ് ഈ പോസ്റ്റിന്റെ അടിയില് 130 കമന്റുകൾ, ഇതുവരെ 130 കമന്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ കമന്റുകളൊക്കെ ഏതാണ്ട് 130 കമന്റുകളിൽ ഏതാണ്ട് ഒരു 100ഓളം കമന്റുകൾ ഞാൻ വായിച്ചിട്ടോ. ഈ 100ഓളം കമന്റുകളിൽ ഒരു പകുതിയിലേറെ കമന്റുകളും പ്രേംകുമാറിനെ തെറിവിളിക്കുകയാണ് അന്തകമ്മികൾ വന്നിട്ട്. എന്ന് പറഞ്ഞാൽ പ്രേംകുമാർ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് CPM രക്ഷപ്പെടില്ല. കാരണം ഇമ്മാതിരി അന്തം കമ്മികളുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ റെജി ലൂക്കോസും ഹസ്കറും ഇപ്പോഴിതാ പ്രേംകുമാറും വളരെ ധീരതയോടെ പാർട്ടി ചെയ്യുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ നിങ്ങൾ മിണ്ടരുത്, ഞങ്ങൾ ഇമാതിരി തെമ്മാടിത്തം തന്നെ ചെയ്യും. അങ്ങനെ പറയാണ് ആര്? അടിമക്കൂട്ടങ്ങൾ വന്നിട്ട് ആക്രമിക്കുകയാണ് പ്രേംകുമാറെ വേണ്ട, ഞങ്ങളെ പഠിപ്പിക്കാനല്ല, ഞങ്ങൾ ഇമാതിരി തെമ്മാടിത്തം തന്നെ ചെയ്യടോ, ഞങ്ങൾ തെമ്മാടിത്തം ചെയ്യുള്ളൂ. എന്താ ചെയ്യാ? ഞങ്ങൾ രക്തസാക്ഷി ഫണ്ട് കക്കും മുക്കും നക്കും ഒക്കെ ചെയ്യും. ചോദിക്കരുത്, ചോദിച്ചാളെ
ഞങ്ങളുടെ ധീരസഖാവ് സ്വരാജ് പറഞ്ഞില്ലേ കള്ളൻ, ഞങ്ങളെ ചോദ്യം ചെയ്താൽ കള്ളനാണ്. ഞങ്ങൾ 51 വെട്ടുവെട്ടി കൊല്ലും. ഇപ്പൊ കിട്ടായിട്ടാണ്, ആളെ കിട്ടായിട്ടാണ്. അതുകൊണ്ട് പ്രേംകുമാർ അടങ്ങി ഒതുങ്ങി നിന്നോളാം. ഇമ്മാതിരി കമന്റ് ഒന്നും വേണ്ടട്ടോ. പണ്ട് കാർഡ് ഭൂതം പറഞ്ഞ പോലെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടട്ടോ പ്രേംകുമാറെ. പിണറായി വിജയന് വേണ്ടിയിട്ട്, ഈ പറയുന്ന കാരണഭൂതത്തിന് വേണ്ടിയിട്ട് അന്തംഗമ്മികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രേംകുമാറിന് പറയാണ്, പ്രേംകുമാറെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട, ഞങ്ങൾ നന്നാവില്ല. ഞങ്ങൾ ഈ പാർട്ടിയെ കുളിപ്പിച്ച് കിടത്തി കുഴിയിലിറക്കി മണ്ണിട്ട് മൂടിയാലേ ഞങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ. ഞങ്ങളിതാ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. അതിന്റെ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ മദ്ദടല്ലോ മോനെ പ്രേംകുമാറെ എന്ന് പറയുന്ന അന്തംഗമ്മികൾ എന്തല്ലേ, നന്നാവാൻ സമ്മതിക്കില്ല. ഈ പാർട്ടിനെ എന്താ ചെയ്യുക? വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആശ്വസിക്കാം അല്ലേ? ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നല്ല ചുകപ്പൻ അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്. നമസ്കാരം.